നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ വളരെ ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഗർഭിണി മൃതിപ്രദമായിട്ടുള്ള യോഗം, ആശുപത്രിയിൽ പ്രസവത്തിന് കൊണ്ടുപോകുന്ന കുട്ടികൾ, സ്ത്രീകൾ, ആയുധം കൊണ്ട് സിസേറിയനിലൊക്കെ ചില അപകടങ്ങളൊക്കെ സംഭവിക്കും. സിസേറിയൻ ചെയ്യാൻ വൈകുന്നു, സിസേറിയൻ ചെയ്തിട്ട് അപകടം സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ന്യൂസുകൾ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജാതകത്തിലൂടെ എങ്ങനെയാണ് ഇത്തരം സംഗതികളെ കണ്ടെത്താൻ സാധിക്കുക, അതിനെ ശാസ്ത്രീയമായിട്ട് നമുക്ക് എങ്ങനെ സമീപിക്കാം, അതും പ്രമാണപുരസ്സരം അതെങ്ങനെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. അപ്പോൾ ഇതിന് ഒരുപാട് ആനുകാലിക പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇത്തരം ന്യൂസുകൾ വളരെയധികം ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസവത്തിൽ മരിക്കുന്നതും കുട്ടി മരിക്കുന്നതും. അപ്പോൾ ഇതൊക്കെ ആചാര്യന്മാർ മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്ന് ആശുപത്രികളൊന്നുമില്ല, അന്ന് വീട്ടിലായിരുന്നു പ്രസവം. ഈ സിസേറിയൻ പോലെയുള്ള കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല. എന്നിരുന്നാലും അന്നത്തെ വയറ്റാറ്റികളായിരിക്കുന്ന ആളുകൾ അവരത് കൃത്യമായിട്ട് എന്നൊരു ഡോക്ടർ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്തിരുന്നു അത്രേ. അത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത്ര സമയമാകുമ്പോഴേക്കും പ്രസവിക്കും, കുട്ടി ഇന്നതാണെന്നൊക്കെ പറയത്തക്ക രീതിയിലും അന്ന് ശാസ്ത്രം കൈകാര്യം ചെയ്തിരുന്ന അതിവിദഗ്ധന്മാരായിട്ടുള്ള ജ്യോതിഷികളും അന്നുണ്ടായിരുന്നു. അതായത് അന്ന് നിഷേകം എന്ന് പറയുമ്പോൾ ഗർഭാധാനം, അന്ന് നല്ല കുട്ടികൾ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇന്നിപ്പോൾ കാലഘട്ടങ്ങൾ മാറിയപ്പോൾ ആളുകൾക്ക് അതിലുള്ള വിശ്വാസമൊക്കെ പോയി. പല ആളുകളും അതിനെ പറ്റിയിട്ട് ബോധവാന്മാരാകുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത് അറിയുന്നില്ല. ഇപ്പോൾ ആൺകുട്ടി ജനിക്കണം എന്ന് പറയുന്ന ആളുകൾക്കൊരു പ്രത്യേക ദിവസം വധൂവരാദികൾ തമ്മിൽ ചർച്ച ഉണ്ടാവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതേപോലെ തന്നെ പെൺകുട്ടി വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ആർത്തവ ദർശനം ഉണ്ടായി എത്രാമത്തെ ദിവസം നിഷേകം ചെയ്താൽ പെൺകുട്ടി ഉണ്ടാവും. അതേപോലെ തന്നെ പലതരത്തിലുള്ള കുട്ടിയുടെ ബുദ്ധിശക്തിയെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇന്ന മാതിരിക്കിരിക്കുന്ന കുട്ടി വേണമെന്നൊക്കെ നമുക്ക് ആലോചിച്ച് കണ്ടെത്താവുന്ന സംവിധാനങ്ങൾ ഹോരാശാസ്ത്രത്തിലൊക്കെ പലതരത്തിലും കാണുന്നുണ്ട്. പലതരം ഹോരകളിൽ അതിനെപ്പറ്റി വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം ആചാര്യന്മാർ പങ്കുവെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിഷയം ഇത്രയും കാര്യങ്ങൾ പറയണം കേട്ടോ. കാരണം ഇതൊന്നും ചുരുങ്ങിയ 2 വാക്കുകളെ കൊണ്ടൊന്നും നമുക്ക് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റാവുന്ന വിഷയമൊന്നുമല്ല. ഇത് കുറച്ച് വിശദമായി സംസാരിച്ചെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ, അതിൻ്റെ കെടുപ്പുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാവൂ. ചിലർ വലിച്ചു നീട്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത്തരം സമയമില്ലാത്ത ആളുകൾ ഇതൊന്നും കേൾക്കാണ്ടിരിക്കുക. സമയമുള്ള ആളുകൾ മാത്രം അത് കേൾക്കുക. അത് വളരെ പ്രയോജനപ്പെടും. കാരണം ആദ്യം മുതൽ അവസാനം വരെ അത് കേൾക്കും വേണം. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യത്തെ പറ്റിയിട്ട് മുഴുവനായിട്ട് നമുക്ക് ബോധം ഉണ്ടാവുക. മാത്രമല്ല ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രശാഖ നശിച്ചു പോകരുത് എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറകിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കായിട്ട് തുറന്നു പറയുന്നത്. കാരണം ഇതൊക്കെ ഹോരയാണ്. അത് നല്ല ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെയാണ് അത് മനസ്സിലാവുക. എന്നാലും സാധാരണക്കാർക്ക് ഇത്തരം വിഷയങ്ങൾ നമ്മളെവിടെയും കേട്ടിട്ടില്ല എന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ സമയം കണ്ടെത്തുന്നത്. അല്ലാണ്ട് ശുക്രൻ മീനൻ രാശിയിലേക്ക് വന്ന രാജയോഗം എന്ന് പറയുക അതല്ല നമ്മളുടെ ഉദ്ദേശം. മനസ്സിലായിണ്ടോ? ഉദയാസ്തകയോ കുജാർക്കയോർ നിധനം ശസ്ത്രകൃതം വദേത്തതാ മാസാധിപതോ നിപീഡിതേ തൽക്കാലേ ശ്രവണം സമാധിശേത്. 2 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, ഗർഭിണി ആയുധം കൊണ്ട് മരിക്കുന്ന ഒരു സംഗതിയും, ആയുധം എന്ന് പറയുമ്പോൾ സർജിക്കൽ ബ്ലേഡ് ഇന്നത്തെ കാലത്ത്, അതായത് സിസേറിയൻ. പിന്നെ രണ്ടാമതായിട്ട് ഗർഭച്യുതി ഉണ്ടാവുക, അബോർഷനായി തീരുക. ഈ 2 യോഗങ്ങളും ഇതിൽ നിഷേകകാലത്തെ നിഷേകകാലം എന്ന് പറയുമ്പോൾ ഗർഭാധാനം ചെയ്ത സമയം. അന്ന് പണ്ട് മുഹൂർത്തമൊക്കെ ഉണ്ടാക്കി, ഇപ്പോൾ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറയാറുണ്ട് തമിഴ്നാട്ടിൽ. അവരിപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ആൾക്കാരൊന്നും, കുറച്ച് ചില ആളുകൾ, ബ്രാഹ്മണന്മാരുടെ ഇടയിലുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്ന് ശാന്തി മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ഗർഭാധാനം ചെയ്യൽ പതിവുള്ളൂ. ഇന്നിപ്പോൾ അതിനൊന്നും സമയമില്ലാത്ത കാലഘട്ടങ്ങളാണ് പലർക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് പുതുതലമുറയ്ക്ക് ഒട്ടും അറിയില്ല. അപ്പോൾ നിഷേകം എന്ന് പറഞ്ഞ വാക്കറിയില്ല, ഗർഭാധാനം എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതായ ആദ്യത്തെ ശാരീരിക വീഴ്ച എന്ന് തന്നെയാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നിഷേകപ്രകരണം എന്ന് പറഞ്ഞിട്ട് ജാതകാദേശത്തിലൊരു അധ്യായം തന്നെ ഇതിനെ സംബന്ധിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോരയിലെ ശ്ലോകങ്ങളാണ് ജാതകാദേശം എന്ന് പറയുന്ന ഒരു ചെറുഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൽ ഇത് 2ാമത്തെ അധ്യായമാണ് നിഷേകപ്രകരണം. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് നിഷേകലഗ്നം, അതായത് പുരുഷന് ഗർഭാധാനം ചെയ്യാൻ ഉള്ള ഒരു മുഹൂർത്തം, അതിന് തയ്യാറാവൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശാരീരിക മാനസികമായിട്ടുള്ള
ചില ഉല്ലാസ അവസ്ഥകൾ, അതായത് വളരെ സന്തോഷവതിയായിരിക്കുന്ന സമയത്തും സന്തോഷവാനായിരിക്കുന്ന സമയത്തുമായി ആവണത്രേ ഗർഭാധാനം ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ അന്ന് ചെയ്തിരുന്നു. പലതരം ഭക്ഷണങ്ങൾ അതിനു വേണ്ടിയിട്ട് ഗർഭത്തിന് പുഷ്ടി ഉണ്ടാവാനും ബീജത്തിന് പുഷ്ടി ഉണ്ടാവാനും ഗർഭാശയ ശുദ്ധിയൊക്കെ ഉണ്ടാവുന്നതിനുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അന്ന് ചെയ്തിരുന്നു. നാടൻ സമ്പ്രദായത്തിൽ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം മാത്രമാണ് അവർ സന്താനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. അപ്പോൾ പഴയ ആളുകളുടെ ബുദ്ധിശക്തിയും അവരുടെ ആ ഒരു മുഖത്തെ ചൈതന്യമൊക്കെ നോക്കിയാൽ നമുക്ക് പലരെയും മനസ്സിലാവും. കുറച്ച് ഉയർന്ന സമുദായത്തിലുള്ള ആളുകളെ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇല്ലേ, ഒരു പ്രത്യേക ചൈതന്യം ഉണ്ട് അവർക്ക്. മറ്റുള്ളവർക്ക് ചൈതന്യം ഇല്ല എന്നല്ല, പക്ഷേ അവരുടെ ജീവിത ശൈലി കാരണം, അന്നത്തെ ദാരിദ്ര്യം കാരണം അവർക്ക് ഇതിനൊന്നും സമയം കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർക്കും സമയം കിട്ടിയിരുന്നെങ്കിൽ അവരും അതേപോലെയൊക്കെ ചെയ്തേനെ. ഇന്നിപ്പോൾ സമാനതയുള്ള കാലഘട്ടങ്ങളാണ്. എല്ലാവർക്കും നോക്കുന്ന സമയത്ത് അത്യാവശ്യം സാമ്പത്തിക പുഷ്ടിക്കുള്ള ആളുകൾ കൂട്ടത്തിൽ തന്നെയാണ് ഇന്ന് നമ്മളെല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുത്താം. ആവശ്യമുള്ളവരുണ്ടാവും. ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് പ്രയോജനപ്പെടുത്താവുന്നത് കൂടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ലക്ഷണം? അതായത് നമ്മളൊരു ശുഭമുഹൂർത്തമാണ് ഗർഭാധാനം ചെയ്യാൻ വേണ്ടിയിട്ട് കുറിച്ച് കൊടുക്കുക. അതിന് ഗ്രഹനിലകളൊക്കെ പ്രത്യേകമായിട്ട് നോക്കും. അപ്പോൾ അതിൽ അബദ്ധങ്ങൾ സംഭവിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഉദയാസ്തകയോ കുജാർക്കയോർ നിധനം ശസ്ത്രകൃതം വതേൽത്തത. ശസ്ത്രം എന്ന് പറയുമ്പോൾ ആയുധം കൊണ്ട് സംഭവിക്കുന്ന ആപത്ത്. അതായത് നിഷേക ലഗ്നത്തിൽ ചൊവ്വ വരിക. ഇപ്പോൾ നമ്മൾ ഗർഭാധാനം ചെയ്യാൻ കുറിച്ച് കൊടുത്ത മുഹൂർത്തത്തിൻ്റെ ലഗ്നം, മുഹൂർത്തം എന്ന് പറയുമ്പോൾ ഉദയരാശി, ആ സമയത്ത് ഉദയരാശിയിൽ ചൊവ്വ വരിക. ആ ചൊവ്വയുടെ 7 സൂര്യനും നിന്ന് കഴിഞ്ഞാൽ ഗർഭിണി എന്തുകൊണ്ട് മരിക്കും? വാളുകൊണ്ട്, കുന്തം കൊണ്ടൊക്കെ മരിക്കും. ഇന്ന് വാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ ബ്ലേഡാണ്. കുന്തം എന്ന് പറയുമ്പോൾ കത്രികയൊക്കെ പറയാം, കൂർത്ത മുനയുള്ള സാധനങ്ങളെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത്, അതായത് ചൊവ്വയും സൂര്യനും ലഗ്നത്തിൽ ചൊവ്വയും, അതായത് ഗർഭാധാനം ചെയ്ത സമയത്ത്, അതായത് ആദ്യത്തെ സ്ത്രീ പുരുഷ വീഴ്ച സംഭവിക്കുന്ന ലഗ്നത്തിൽ, അതിപ്പോൾ നിങ്ങൾക്കറിയാൻ ചിലപ്പോൾ പറ്റുണ്ടാവില്ല, സാധാരണക്കാരത് ഇപ്പോൾ എപ്പോഴാണ് സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുകയോ അതിൻ്റെ മുഹൂർത്തരാശിയുടെ 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പ്രസവത്തിൽ അപകടം സംഭവിക്കാം. ഇത് നമുക്ക് പെൺകുട്ടികളുടെ ജാതകത്തിലും ഈ യോഗം ഉണ്ടെങ്കിൽ അവരുടെ പ്രസവത്തിൽ വളരെ ശ്രദ്ധിക്കണം. പഞ്ചമ പ്രസവസ്ഥത എന്നാണ് പറയുക. സാധാരണ 5ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. ഇത് മുഹൂർത്തമായതുകൊണ്ടാണ് മുഹൂർത്ത ലഗ്നത്തിൽ ചൊവ്വയും 7ൽ സൂര്യനും എന്ന് പറഞ്ഞത്. ഇത് തന്നെ ജാതകത്തിൻ്റെ ഗ്രഹനിലയിൽ യോഗം വന്നാലും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫലം പറഞ്ഞിട്ട് പ്രസവത്തിൽ കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, സർജറി ചെയ്യാൻ വൈകി, സിസേറിയൻ ചെയ്യാൻ വൈകി, ഫ്ലൂയിഡ് പോയി, അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ നേരം വൈകി, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ ജാതകം വായിക്കണ സമയത്ത്, കുട്ടി ഉണ്ടായി, ആ കുട്ടിയുടെ ജാതകം വായിക്കുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലഗ്നത്തിൽ, ആ പെൺകുട്ടിയുടെ ജാതകത്തിൽ ഇത്തരം യോഗങ്ങൾ, ലഗ്നത്തിൽ ചൊവ്വയും 7 സൂര്യനൊക്കെ വന്നിട്ടുള്ള യോഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണയായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിഷേക ലഗ്നത്തിൽ അഥവാ ഗർഭാധാന ലഗ്നത്തിൽ ഗ്രഹയുദ്ധം ഉണ്ടാവുക. ഗ്രഹയുദ്ധങ്ങൾ ഒരേ രാശിയിൽ കുജാതി പഞ്ചഗ്രഹങ്ങൾ വന്നാൽ ചൊവ്വ തൊട്ടിട്ട് ശനി വരെയുള്ള ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗ്രഹയുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. അതായത് കുജാതി 2 ഗ്രഹങ്ങൾ, ചൊവ്വയോ ബുധനോ, ചൊവ്വയോ വ്യാഴമോ, അല്ലെങ്കിൽ ചൊവ്വയോ ശുക്രനോ ഒക്കെ ഒരു അംശകത്തിൽ അധികം അകലെ അല്ലാണ്ട് വരുന്ന സമയത്താണ് ഗ്രഹയുദ്ധം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും. അത് ഗണിത വിഷയമാണ്. സാധാരണക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് ജ്യോത്സ്യൻ ഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ്. ആ സമയത്ത് ഈ കൊടുക്കുന്ന മുഹൂർത്ത സമയത്ത് ഗ്രഹയുദ്ധം എന്ന് പറയുന്ന സംഗതി ഉണ്ടോ, അപ്പോൾ അത് ഏത് ദിക്കിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കണം. അതായത് തെക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹത്തിനാണ് സാധാരണ ഗ്രഹയുദ്ധത്തിൽ പരാജയം ഉണ്ടാവുക. അതായത് നമ്മൾക്ക് ഇങ്ങനെ സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ തെക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹം ഇങ്ങനെ പ്രകാശം കുറഞ്ഞിട്ടും ഒരു പ്രത്യേകതരം വിറയൽ എന്ന് പറയും. അത് വായു ഇങ്ങനെ തട്ടുമ്പോൾ സംഭവിക്കുന്നതാണ്. പ്രകാശം കുറയുമ്പോൾ വായുവിൻ്റെ ആവരണം വരുമ്പോഴൊക്കെയാണ് അത് വിറയലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വടക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹത്തെ ഭയപ്പെടുന്നതായിട്ടുള്ളൊരു തോന്നൽ, തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രഹത്തെ, വടക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹത്തെ ഭയപ്പെടലായിട്ടുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും ഇത്രേ. അപ്പോൾ അതിനാണ് ഗ്രഹയുദ്ധം എന്ന
പേര് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശുക്രൻ തെക്ക് വശത്താണെങ്കിൽ ശുക്രന് തെക്ക് വശത്ത് നിന്നാൽ വിജയിയാണെന്ന് പറയുന്നുണ്ട്. ശുക്രന് തെക്ക് വശത്ത് വന്നാൽ പരാജയം ഉണ്ടാവില്ല. സാധാരണ വടക്ക് വശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണ് ജയിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ശുക്രൻ അതിന് പ്രത്യേകതയുണ്ട്. ആ ശുക്രൻ തെക്ക് വശത്ത് നിൽക്കുകയാണെങ്കിൽ ഗ്രഹയുദ്ധത്തിൽ പരാജയം ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനോട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറേ എപ്പിസോഡുകൾ ചെയ്യാനുള്ള സംഗതി ഈ നിഷേക പ്രകരണത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് ഓരോ മാസത്തിലും എങ്ങനെയാണ് കുട്ടി ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയുടെ സ്ഥിതി എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് പ്രമാണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യം വരുന്ന പക്ഷം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. മാത്രമല്ല ഒരു ശാസ്ത്രമാണ്, അതൊക്കെ മനസ്സിലാക്കി വെക്കാനും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കാനും അതൊക്കെ നമ്മളെ സഹായിക്കും. ഒരു അറിവും ചെറുതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കിട്ടാവുന്ന അറിവുകളൊക്കെ കളക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ നിങ്ങളൊരു സാന്നിധ്യം ഉറപ്പാക്കുക. ഒന്നുകിൽ ഒരു ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഒരു കമൻറ്റ്, ഇതൊക്കെ ചെയ്യുക. അത് നമുക്കും ഒരു കോൺഫിഡൻസാണ് കൂടുതൽ വീഡിയോകളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു തരം ഒരു മടുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പ്രമാണപുരസരാണ്. നമ്മൾ ശാസ്ത്രീയമായിട്ട് മാത്രമാണ് നമ്മൾ ചാനൽ കൈകാര്യം ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.